എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചു നിർത്തിയത് വെലോസിറ്റിയുടെ ഡിഫറെന്റ് ഫോംസ് ഓഫ് വെലോസിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്താണ്, ഡീസിലറേഷൻ എന്താണ്, അല്ലെങ്കിൽ റിട്ടാർഡേഷൻ. അപ്പോൾ നമുക്കിനി അടുത്തത് ആക്സിലറേഷൻ. എന്താണ് ആക്സിലറേഷൻ എന്ന് വെച്ചാൽ, ഇഫ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി ചേഞ്ചസ് വിത്ത് ടൈം, ടൈമിനനുസരിച്ച് ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റി കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആക്സിലറേഷൻ. ശരിക്കും വെലോസിറ്റി കൂടുകയാണെങ്കിൽ ആക്സിലറേഷൻ, വെലോസിറ്റി കുറയുകയാണെങ്കിൽ ഡീസിലറേഷൻ ഓർ റിട്ടാർഡേഷൻ. അപ്പൊ ഇഫ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഇൻക്രീസസ് ദെൻ ദ ബോഡി ഈസ് സെഡ് ടു ബി ആക്സിലറേറ്റിംഗ്. അതുകൊണ്ടാണ് നമ്മൾ ബൈക്കിനകത്തും കാറിനകത്തും ഒക്കെ നമ്മൾ ബൈക്കിനകത്ത് ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ സ്പീഡ് കൂടും, ബ്രേക്ക് ചവിട്ടുമ്പോൾ സ്പീഡ് കുറയും. അപ്പൊ ബ്രേക്ക് എന്ന് പറയുന്നത് ഡീസിലറേറ്റർ ആണ്. ആക്സിലറേറ്ററും ഡീസിലറേറ്റർ എന്ന് അവിടെ പറയാറില്ല, ബ്രേക്ക് എന്നങ്ങ് പറയും. അപ്പോൾ നമ്മൾ പറയാണ്, കൺസിഡർ എ ബോഡി ഈസ് മൂവിംഗ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ. ഇനിഷ്യലി ഇറ്റ്സ് വെലോസിറ്റി ഈസ് u. After a time t seconds, the velocity of the body is changed to v. Then what is acceleration? Acceleration A is equal to change in velocity divided by time. Any quantity by time is called rate. Therefore it is called rate of change in velocity. Rate of change in velocity. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് ക്വാണ്ടിറ്റിയെ നമ്മൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താലും അതിന് പറയുന്ന പേരാണ് റേറ്റ്. ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന് പറയുന്ന പേരാണ് ഗ്രേഡിയന്റ്. അതൊക്കെ പിന്നീട് നമ്മൾ പഠിക്കും, നിങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് കാൾഡ് ആക്സിലറേഷൻ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ? വി മൈനസ് യു വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ബൈ ടൈം. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. Therefore its unit is equal to meter per second square. And therefore its dimension is equal to LT raised to minus 2. This is the. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ വരും, സാറേ ആക്സിലറേഷൻ വെക്ടർ ആണോ? അതെ, ചേഞ്ച് ഇൻ വെലോസിറ്റി വെക്ടർ ആയതുകൊണ്ട് ആക്സിലറേഷൻ ഈസ് ആൾസോ എ വെക്ടർ. വാട്ട് ഈസ് ആക്സിലറേഷൻ? The velocity of a body changes with the time, then the body is said to be accelerated. Then acceleration A is equal to change in velocity by change എടുക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മൾ ഫിസിക്സിനകത്തൊക്കെ ചേഞ്ച് എടുക്കുമ്പോൾ എപ്പോഴും ഫൈനലെ മൈനസ് ഇനിഷ്യൽ. ഇപ്പൊ നമ്മൾ പറയുന്നത്, ഇവിടെ ഈ ബോഡി ആക്സിലറേറ്റ് ഇവന്റെ ഇനിഷ്യൽ വെലോസിറ്റി 20, ഒരു 10 seconds കഴിഞ്ഞപ്പോൾ ഇവന്റെ വെലോസിറ്റി 50 ആയി. Then what is acceleration? Acceleration A is equal to final velocity minus, that is 50 minus 20 divided by 10, that is it is equal to 3 meter per second square. അതിന്റെ അർത്ഥം പറയാം. എന്നാൽ ഇനിഷ്യലി ഇവന്റെ വെലോസിറ്റി 50യും ഫൈനലി ഇവന്റെ വെലോസിറ്റി 30യും ആയിരുന്നു എങ്കിൽ ആക്സലറേഷൻ A is equal to 30 minus 50 divided by 20 minus 50 divided by 10, that is equal to minus 30 divided by 10, that is equal to minus 3 meter per second square. ഇതാണ് ഡീസലറേഷൻ. അപ്പോൾ വെലോസിറ്റി ഓഫ് ദ ബോഡി ഇൻക്രീസസ് ദെൻ ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്, ആൻഡ് ഇഫ് ദ വെലോസിറ്റി ഡിക്രീസസ് ദെൻ ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ്. ആക്സിലറേഷൻ ഈസ് എ വെക്ടർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ? ആക്സിലറേഷന്റെ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആണ് ആക്സിലറേഷന്റെ ഡയറക്ഷൻ. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് വൺ ഡയമെൻഷനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി വെക്ടർ അറിയണം. വെക്ടർ അറിഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി, അത് വെക്ടർ എന്ന് ചേർന്ന ടോപ്പിക്ക് നമ്മൾ അതാണ്. അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കണം. അത് ഇതും കൂടെ ലിങ്ക് ചെയ്തോ. ശരിക്കും ഇതിന് മുമ്പ് വെക്ടർ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്, നേരെ അത് മാറ്റിയതാണ്. ശരിക്കും വെക്ടർ എടുക്കേണ്ടത് വൺ ഡയമെൻഷൻ പഠിക്കുന്നതിന് മുമ്പ് വെക്ടർ എടുക്കണം. കാരണം ഇതിനകത്ത് തന്നെ വെക്ടർ നമുക്ക് ആവശ്യമാണ്. പോട്ടെ, അത് കളഞ്ഞേക്കാം. നമ്മൾ ഇവിടെ വൺ ഡയമെൻഷനലി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഇൻക്രീസസ്, ഒരു ബോഡിയുടെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആക്സിലറേഷന്റെ ഡയറക്ഷൻ ബോഡി മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷൻ. എന്നാൽ ഇഫ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഡിക്രീസസ്, ഒരു ബോഡിയുടെ വെലോസിറ്റി അങ്ങോട്ട് വരുമ്പോൾ കുറഞ്ഞു വരികയാണെങ്കിൽ ആക്സിലറേഷന്റെ ഡയറക്ഷൻ ബോഡി മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ്. മനസ്സിലാവുന്നുണ്ടേ? വൺ ഡയമെൻഷനകത്ത് അത് മതി. 2 ഡയമെൻഷനകത്ത് നമ്മൾ വരുമ്പോൾ അവിടെ വേറെ കേസസ് ആണ്, അവിടെ നമുക്ക് വേറെ പറയാം. വൺ ഡയമെൻഷനകത്ത് ഇത്രയും പറഞ്ഞാൽ മതി. കാരണം എന്തായാലും ഇങ്ങനെയുള്ള മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഒരു കാറ് റെസ്റ്റിൽ നിന്നും ആക്സിലറേറ്റ് ചെയ്ത് പോകുമ്പോൾ ആക്സിലറേഷൻ ഡയറക്ഷൻ കാർ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ. അവൻ ബ്രേക്ക് ചവിട്ടുമ്പോൾ അതിന്റെ അർത്ഥം കാറിന്റെ സ്പീഡ് കുറയുമ്പോൾ ആക്സിലറേഷൻ ആരോ ബാക്കിലേക്ക് പിടിച്ച് വലിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഒരാൾ എന്നെ പിടിച്ച് ഇങ്ങനെ തള്ളുകയാണെങ്കിൽ എൻ്റെ മുമ്പോട്ട് സ്പീഡ് കൂടും. അതിന്റെ അർത്ഥം ആക്സിലറേഷൻ. എന്നാൽ ഞാൻ നടന്നു വരുന്ന എന്നെ ഒരുത്തൻ ബാക്കിൽ കയറ് കെട്ടി പിടിച്ച് വലിക്കുകയാണ്, ഞാൻ ഇങ്ങനെ വന്നങ്ങ് നിൽക്കും. അപ്പോൾ അതിന്റെ അർത്ഥം ബാക്കിലേക്ക്. അപ്പോൾ if the velocity of a body increases, then the body is said to be accelerated. If the velocity of a body decreases, then the body is said to be decelerated or retarded. And if the velocity increases, acceleration is in the direction of motion. And if the velocity of the body decreases, then the acceleration is in the opposite direction of motion. And its unit is അറിയാമല്ലോ, meter per second square and dimension LT raised to -2. ഇത് വെക്ടർ ആണ്. ഇനിയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്ന ഒരു പ്രശ്നം. ആക്സിലറേഷൻ ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു 10 meter per second square. ഇതിന്റെ അർത്ഥം എന്താ? What is the meaning of acceleration A is equal to 10 meter per second square? എന്ന് പറയുമ്പോൾ ചാടിക്കറി ഇങ്ങനെ പറയരുത് 10 meter in 1 second square എന്നല്ല അതിന്റെ അർത്ഥം. ഇതിന്റെ അർത്ഥം the velocity of the body increases by 10 meter per second in each second എന്നാണ് അതിന്റെ അർത്ഥം. ആ ബോഡിയുടെ വെലോസിറ്റി ഓരോ സെക്കൻഡിലും 10 വീതം കൂടിക്കൊണ്ടേയിരിക്കും. ആക്സിലറേഷൻ ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു -5 meter per second square. അതിന്റെ അർത്ഥം എന്തായിരിക്കണം? വെലോസിറ്റി ഓഫ് ദ ബോഡി ഡിക്രീസസ് ബൈ 5 meter per second in each second. ഇനി നമ്മൾ ഇതിനകത്ത് പഠിക്കുമ്പോൾ നമ്മൾ കൺസെപ്റ്റ് കൂടെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. ഞാൻ പറഞ്ഞുതരാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ വാല്യൂ 10 meter per second square ആണ്. ഇതിന്റെ അർത്ഥം എന്താ? ഒരു കല്ലിനെ എടുത്ത് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്താൽ, ഡ്രോപ്പ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങ് വിടുക. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി u is equal to 0. When a body is dropped means initial velocity u is equal to 0. And acceleration acting on the body g is equal to 10 meter per second square. ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 1 സെക്കൻഡ് കഴിയുമ്പോൾ അവന്റെ വെലോസിറ്റി 10 meter per second ആയിരിക്കും. In the second its velocity is equal to 20 meter per second. Third second 30 meter per second and so on. ഗ്രൗണ്ടിൽ ഇടിക്കുന്നവർ ഇങ്ങനെ സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഞാൻ ഇവിടെ നിന്നൊരു കല്ലിനെ എടുത്ത് മുകളിലേക്ക് എറിയുകയാണ് വിത്ത് എ വെലോസിറ്റി 50 meter per second. അപ്പോൾ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴേക്കാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അപ്പോൾ വെലോസിറ്റി മുകളിലേക്കും ആക്സലേഷൻ താഴേക്കുമാണെങ്കിൽ അതിന്റെ അർത്ഥം സ്പീഡ് കുറയും. അതിന്റെ അർത്ഥം 1 സെക്കൻഡ് കഴിയുമ്പോൾ അവന്റെ വെലോസിറ്റി 40 ആവും, 1 സെക്കൻഡ് കൂടെ കഴിയുമ്പോൾ 30 ആവും, 1 സെക്കൻഡ് കൂടെ കഴിയുമ്പോൾ 20 ആവും, 1 സെക്കൻഡ് കൂടെ കഴിയുമ്പോൾ 10 ആവും, അവസാനം 0 ആവും. ഓരോ സെക്കൻഡിലും അവന്റെ വെലോസിറ്റി 10 വീതം കുറഞ്ഞു വരും. ഇവിടെയാണെങ്കിൽ ഓരോ സെക്കൻഡിലും അവന്റെ വെലോസിറ്റി 10. ഇനി ഇക്വേഷൻസ് ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് ആൻസറുകൾ കണ്ടെത്താം. ശ്രദ്ധിച്ചോണം. ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ഞാൻ മുകളിൽ നിന്നൊരു കല്ലിനെ എടുത്ത് താഴേക്ക് ഡ്രോപ്പ് ചെയ്തു. താഴെ വന്ന് വീണ സമയത്ത് അവന്റെ വെലോസിറ്റി 40 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ടൈം ടേക്കൺ ടു റീച്ച് ദ ഗ്രൗണ്ട് ഫ്രം ദ ടോപ്പ്? ടോപ്പിൽ നിന്ന് ഗ്രൗണ്ടിൽ വരാനെടുത്ത ടൈം എത്ര? ഇപ്പൊ കുറെ പേരെങ്കിലും ആൻസർ പറഞ്ഞിട്ടുണ്ടാകണം. കണ്ണുറച്ച് പറയണം 4 സെക്കൻഡ്, 4 seconds. എന്തുകൊണ്ട്? 0 വെലോസിറ്റി 10, 20, 30. ഗ്രൗണ്ടിൽ വീണപ്പോൾ 40 ആണെങ്കിൽ അവൻ താഴേക്ക് വരാൻ 4 സെക്കൻഡ് എടുത്തു. The time taken to reach the ground by this body is equal to 4 seconds. ഇനി അടുത്തത് നോക്കിയേ. ഒരു ബോഡിയെ മുകളിൽ നിന്ന് ഞാൻ താഴേക്ക് ഡ്രോപ്പ് ചെയ്തു. താഴെ വന്നപ്പോൾ അവന്റെ വെലോസിറ്റി 70. വാട്ട് ഇസ് ദ ടൈം ടേക്കൺ ടു റീച്ച് ദ ഗ്രൗണ്ട്? കണ്ണുടച്ച് പറയണം. ജിയുടെ വാല്യൂ 10 ആണെങ്കിൽ 7 seconds. എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നു, തെറ്റിക്കാതെ പറയണം. A body is projected downward with a velocity of 20 meter per second. ബോഡി ഗ്രൗണ്ടിൽ വന്ന് ഇടിച്ച സമയത്ത് അവന്റെ വെലോസിറ്റി 60 meter per second. Then what is the time taken to reach the ground? ഗ്രൗണ്ടിൽ വരാനെടുത്ത ടൈം എത്ര? കണ്ണുടച്ച് പറയണം. 20, 1 സെക്കൻഡ് കഴിയുമ്പോൾ 30, 40, 50, 60. That is 4 seconds. 20 കൊണ്ട് ആൾറെഡി എറിയുകയാണ് ചെയ്തത്, ഡ്രോപ്പ് ചെയ്യല്ല, എറിഞ്ഞു. അപ്പോൾ ഇനിഷ്യലി 20 പ്ലസ് ജി എന്തായാലും താഴേക്കുണ്ട്. ഇപ്പൊ 20, 30 ആയി, 40 ആയി, 50 ആയി, 60 ആയി, 4 സെക്കൻഡ് എടുത്തു. അതാണ് അതിന്റെ അർത്ഥം. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ പറയട്ടെ, നിങ്ങൾ കണ്ടുപിടിക്കാൻ.
ഒരു ബോഡിയെ ഞാൻ ഇവിടെ നിന്നെടുത്ത് മുകളിലേക്ക് എറിഞ്ഞു വിത്ത് എ വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ്. മുകളിൽ പോയി താഴെ വരാൻ എത്ര ടൈം എടുത്തു? വാട്ട് ഈസ് എ ടൈം ടേക്കൺ ടു ദ ഗ്രൗണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. The body is projected with a velocity 40. After 1 second, its velocity becomes 30. 2 seconds ആകുമ്പോൾ 20. 3 seconds 10. 4 seconds ആകുമ്പോൾ 0. അതായത് 0 വെലോസിറ്റി എത്താൻ 4 seconds. മുകളിലേക്ക് പോകാൻ 4 seconds ആണെങ്കിൽ തിരിച്ച് താഴേക്ക് വരാനും 4 seconds. What is the total time taken? Total time taken is equal to 8 seconds. കണ്ടോ? നമ്മൾ ഇവിടെ ഒരു ഇക്വേഷൻ പോലും നമ്മൾ ഇവിടെ പഠിച്ചില്ല. ആക്സലറേഷന്റെ കേസിൽ നമ്മൾ കുറെ ഇക്വേഷൻ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. S is equal to ut plus half at square, v square is equal to u square plus 2as, v is equal to u plus 8 ഇങ്ങനെ കുറെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഇവിടെ ഉപയോഗിച്ചില്ല. ടൈം ടേക്കൺ നമുക്ക് ധൈര്യമായിട്ട് നന്നായിട്ട് കണ്ടുപിടിക്കാം. ഇതും കൂടെ മനസ്സിലാക്കി. അപ്പോൾ ആക്സലറേഷൻ a is equal to 3 meter per second square. ഇതിന്റെ അർത്ഥം എന്താണ്? Velocity of the body increases by 3 meter per second in each second. Acceleration a is equal to minus 5 meter per second square. ഇതിന്റെ അർത്ഥം എന്താണ്? Velocity of the body decreases by 5 meter per second in each second. ഇതിനകത്ത് ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഹയസ്റ്റ് പോയിന്റ് എത്തുമ്പോൾ വെലോസിറ്റി 0 ആണ്. സ്റ്റിൽ ആക്സലറേഷൻ ആക്ടിംഗ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു g ആണ്. അല്ലാതെ മുകളിൽ ചെല്ലുമ്പോൾ ആക്സലറേഷൻ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ അപ്പോഴും g തന്നെയാണ്. അപ്പൊ അതൊരു എക്സാമ്പിൾ ആണ്. ഈസ് ഇറ്റ് പോസിബിൾ ആക്സലറേഷൻ വിത്തൗട്ട് വെലോസിറ്റി? വെലോസിറ്റി ഇല്ലാതെ ആക്സലറേഷൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ യെസ്. എക്സാമ്പിൾ ആണ്. when a body is projected vertically upward at the highest point its velocity is 0 but still acceleration acting on is g. ആ g എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? അതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ആ g ഇവന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ ഉപയോഗിക്കണം. മുകളിലേക്കുള്ള ഡയറക്ഷൻ താഴേക്ക് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ at the highest point ആക്സലറേഷൻ ചേഞ്ച് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി. അപ്പോൾ വെലോസിറ്റി ഇല്ലാത്ത സമയത്ത് ആക്സലറേഷൻ ഉണ്ടാകാം. അതിന് എക്സാമ്പിൾ ഇതാണ്, പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ആക്സലറേഷന്റെ കേസിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ആക്സലറേഷൻ മീൻസ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി ചേഞ്ചസ് വിത്ത് ദ ടൈം ദെൻ ദ ബോഡി ഈസ് ടു ബി ആക്സലറേറ്റഡ്. ഇഫ് ദ വെലോസിറ്റി ഇൻക്രീസസ് ദെൻ ദർ ഈസ് ആൻ ആക്സലറേഷൻ. ഇഫ് ദ വെലോസിറ്റി ഡിക്രീസസ് ദെൻ ദർ ഈസ് എ ഡീസിലറേഷൻ. രണ്ട് കാര്യങ്ങൾ. ഇനി നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ പഠിക്കാൻ പോവാണ്. ഇക്വേഷൻസ് ഓഫ് മോഷൻ. ആ ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിക്കുന്നതിന് മുമ്പ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആക്സലറേഷൻ കൂടെ പഠിച്ചതിന് ശേഷം നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ചെയ്യാം. നമ്മൾ രണ്ട് ആക്സലറേഷൻ പഠിക്കുന്നുണ്ട്. ഒന്ന് യൂണിഫോം ആക്സലറേഷൻ. എന്താണ് യൂണിഫോം? ഇത് പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കണം. ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ, യൂണിഫോം, രണ്ടെണ്ണം പഠിച്ചിരുന്നാൽ മതി. യൂണിഫോം ആക്സലറേഷൻ മീൻസ് ആക്സലറേഷൻ ഓഫ് ദ ബോഡി റിമെയിൻസ് എ കോൺസ്റ്റന്റ്. Acceleration of the body remains a constant only when velocity of the body increases equally in equal intervals of time. Velocity of the body increases or changes equally in equal intervals of time. അതായത് ഇവിടെ വെച്ച് ഇയാളുടെ വെലോസിറ്റി 20, ഒരു 4 seconds കഴിഞ്ഞപ്പോൾ അയാളുടെ വെലോസിറ്റി 40 ആയി. അടുത്ത 4 seconds കഴിഞ്ഞപ്പോൾ അയാളുടെ വെലോസിറ്റി 60 ആയി. അപ്പൊ 20ൽ നിന്നും 40 ആയി, 4 സെക്കൻഡ് കൊണ്ട്. 40ൽ നിന്നും 20 ആയി. Then what is acceleration? Acceleration is equal to 40 minus 20 divided by 4. That is equal to 5 meter per second square. ഇവിടെയും ആക്സലറേഷൻ എത്രയാണ്? 60 minus 40 divided by 4. That is again 5 meter per second square. അപ്പൊ if the velocity of the body increases equally in equal, ഇവിടെ എത്രയാണ് കൂടിയത്? 20 കൂടി. ഇവിടെയും എത്രയാണ് കൂടിയത്? 20 in 4 seconds. If the velocity of a body increases equally in equal intervals of time, then the body is said to be moving with a uniform acceleration. എന്ന് വെച്ചാൽ ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറയുമ്പോൾ ഓർക്കുക, നമ്മളൊരു ബസ് സ്റ്റാർട്ട് ചെയ്ത് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ആക്സലറേഷൻ. ഒരേ സ്പീഡിൽ പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് യൂണിഫോം മോഷൻ. ഇത് ആക്സലറേഷൻ ആണ്. ഒരു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു, ഒരു ബസ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു, സ്കൂട്ടർ സ്റ്റാർട്ട്, ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന എല്ലാം ആക്സലറേറ്റഡ് മോഷൻസ് ആണ്. ഓക്കെ, അപ്പൊ യൂണിഫോം ആക്സലറേഷൻ മീൻസ് ഇഫ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഇൻക്രീസസ് ഈക്വലി ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ദെൻ ദ ബോഡി ഈസ് സെഡ് ടു ബി മൂവിംഗ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ. ഇനി രണ്ടാമത്തെ നമ്മൾ പഠിച്ചു വയ്ക്കുക ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. അത് ഞാൻ വിശദമായിട്ട് പറയത്തില്ല, നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ വെച്ചങ്ങ് പറയും. ഒരു ബോഡി ആക്സലറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുകയാണ് വാട്ട് ഈസ് ആക്സലറേഷൻ അറ്റ് 4 o'clock?
4 മണിക്ക് അവന്റെ ആക്സലറേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഞാൻ 3-4 പേരെ ഏൽപ്പിക്കുന്നു, അവർ ചെയ്യുന്നത് 4 മണിയാവുമ്പോൾ വാറ്റ് 4 o'clock particle is at here. After some time, delta t സമയം കഴിയുമ്പോൾ അവന്റെ വെലോസിറ്റി ചേഞ്ചസ് ടു ഡെൽറ്റ വി. Then acceleration A is equal to delta v divided by delta t. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് ഡെൽറ്റ ടി എത്ര എടുത്തു. പഴയതുപോലെ ഒരാൾ പറയുന്നു 5 seconds, ഞാൻ പറഞ്ഞ ആക്സലറേഷൻ ഇൻസ്റ്റന്റേനിയസ് അല്ല. അടുത്തയാൾ പറയുന്നു ഞാൻ എടുത്ത ടൈം 1 second, ഞാൻ പറഞ്ഞു ഇവനേക്കാൾ കൊള്ളാം, കുഴപ്പമില്ല, എന്നാലും ശരിയല്ല. അടുത്തവൻ പറയുന്നു 1/2 seconds, ഓക്കെ. അടുത്തവൻ പറയുന്നു 1/4 seconds, ഞാൻ പറഞ്ഞു ഇതിനേക്കാൾ നിന്റെതാണ് ഇതാണ് നല്ലത്. അടുത്തവൻ 0, അവനെ നമ്മൾ പൊക്കിയെടുത്ത് വെള്ളത്തിൽ കളയും. എന്നാ അവൻ ശരിയല്ല, അവൻ പറഞ്ഞത് തെറ്റ്. അപ്പോൾ ഇവിടെയും എന്ത് പറയാം? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് എന്ത് എഴുതാം? This is equal to dv divided by dt. This is called acceleration. Rate of d by dt means differentiate ചെയ്യുക. ആരെ? വെലോസിറ്റിയെ ഡിഫറൻഷ്യൽ, അല്ലെങ്കിൽ d by dt means rate of change of velocity. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്, സാറേ നേരത്തെ ഒരു കാര്യം എഴുതിയല്ലോ, v is equal to dx divided by dt എന്ന് എഴുതിയില്ലേ? ഞാൻ പറഞ്ഞു എഴുതി, അത് ഇവിടെ ഇട്ടൂടെ? ഞാൻ പറഞ്ഞു ഇടാം. d by dt of dx divided by dt എന്ന് എഴുതാം. ഇതിന് പകരം നമ്മൾ ഇങ്ങനെ എഴുതും, that is equal to d square x divided by dt square. എന്ന് വെച്ചാൽ എക്സിനെ 2 സ്ക്വയർ ചെയ്യാനല്ല അതിന്റെ അർത്ഥം എക്സിനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആദ്യമേ എക്സിനെ 1 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെലോസിറ്റി, then again ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആക്സലറേഷൻ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? എക്സിനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സലറേഷൻ കിട്ടും. മനസ്സിലാവുന്നുണ്ടേ? അപ്പോൾ ഞാൻ ഇവിടെ എഴുതുകയാണ്, ആക്സലറേഷൻ എഴുതുന്നു. ആക്സലറേഷൻ A is equal to what is instantaneous acceleration? It is acceleration of a particle at a given instant of time. That is instantaneous acceleration is equal to limit delta t tending to 0. That is equal to delta x divided by delta t. That is written as dv divided by delta v divided by delta t. That is equal to dv by dt. That is again written as d square x divided by dt square. ഇതിന്റെ അർത്ഥം എക്സിനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതൊന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ ഇത്ര എഴുതി വെക്കണം, എന്താണെന്ന് പറഞ്ഞ് ഇതും കൂടെ ഒന്ന് എഴുതി വെക്കണം, ഇത്രയും മതി. അപ്പൊ നമ്മൾ യൂണിഫോം ആക്സലറേഷൻ, അതിന്റെ അർത്ഥം എന്താണ്? ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഇൻക്രീസസ് ഈക്വലി ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ദാറ്റ് ദ ബോഡി ഈസ് സെഡ് ടു ബി മൂവിംഗ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ. അല്ലെങ്കിൽ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഡിക്രീസസ് ഈക്വലി ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ദാറ്റ് ദ ബോഡി ഈസ് സെഡ് ടു ബി മൂവിംഗ് വിത്ത് യൂണിഫോം ഡീസിലറേഷൻ. നമ്മൾ അങ്ങനെയുള്ള യൂണിഫോം ആക്സലറേഷൻ നടക്കുന്ന സമയത്ത്, യൂണിഫോം ആക്സലറേഷൻ, ഈ യൂണിഫോം ആക്സലറേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാം. എന്താണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ? മൂന്ന് ഇക്വേഷൻ നമുക്ക് ഡിറൈവ്, നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്, അതിലൂടെ ഡിറൈവ് ചെയ്യുന്നു. v is equal to u plus at, s is equal to ut plus half at square, and v square is equal to u square plus 2as. ഈ ഇക്വേഷൻസ് 3 രീതിയിൽ ഡിറൈവ് ചെയ്യാം. ബൈ തിയററ്റിക്കൽ മെത്തേഡ്, ബൈ ഗ്രാഫിക്കൽ മെത്തേഡ്, ബൈ കാൽക്കുലസ് മെത്തേഡിലും ഡിറൈവ് ചെയ്യാം. കാൽക്കുലസ് മെത്തേഡ് സാധാരണ ഇപ്പൊ എവിടെയും പഠിപ്പിക്കുന്നില്ല, ഇത് 2 മതി. അപ്പൊ നമുക്ക് 3 രീതിയിൽ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാം. നമ്മൾ ആദ്യം ഇപ്പോൾ ചെയ്യാവുന്ന തിയററ്റിക്കലി, ഗ്രാഫിക്കലി, ഗ്രാഫുകൾ വരച്ചതിന് ശേഷം ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്യും. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ചെയ്യാൻ പോണത് ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഏത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാലും നമ്മൾ ആദ്യമേ എഴുതേണ്ടത് ഇതാണ്. ഇൻട്രൊഡക്ഷൻ ഇത്രയും എഴുതണം. ഞാൻ പറയുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ എഴുതിയെടുത്തോണം. ഇത്ര എഴുതണം. കൺസിഡർ എ പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. At t is equal to 0, its velocity is u. പിന്നെ ചിലയിടത്തൊക്കെ പഠിക്കുമ്പോൾ യുവിന് പകരം എഴുതുന്നത് v of 0 എന്ന് എഴുതും. v0 അങ്ങനെ എഴുതേണ്ടവർക്ക് അങ്ങനെ എഴുതിക്കോണം. ഞാൻ ഇവിടെ എന്തായാലും u എന്ന് എടുത്ത് എഴുതുകയാണ്. ആഫ്റ്റർ എ ടൈം t സെക്കൻഡ്സ് ഇറ്റ്സ് വെലോസിറ്റി ഈസ് ചേഞ്ച്ഡ് ടു v. ഓർക്കുക, ഇനിഷ്യൽ വെലോസിറ്റിയെ നിങ്ങൾക്ക് v0 എന്ന് എഴുതി പറയാം.
ഫൈനൽ വെലോസിറ്റി നിങ്ങൾക്ക് VT എന്നും എഴുതാം. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എഴുതിയാൽ അങ്ങനെ പഠിക്കുന്നവർ ആ രീതിയിൽ യുവിന് പകരം അത് എഴുതിക്കൊള്ളുക. ഇത്രയും സമയം കൊണ്ട് അവൻ സഞ്ചരിച്ച ഡിസ്റ്റൻസ് ആണ് എസ്. എസിനെ ഇങ്ങനെ എഴുതാം, x(t) - x(0) എന്ന് എഴുതാം. ഇത് x0, ഇത് xt. അങ്ങനെയൊക്കെ എഴുതണമെന്നുള്ളത് അങ്ങനെ പഠിച്ചു. ഞാൻ രണ്ടും പറയുന്നു. കൺസിഡർ എ പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. Initially its velocity is u, after a time t seconds its velocity is v. During this time the distance traveled is s. ഇനി മറ്റേ രീതിയിൽ പറയേണ്ടവർക്ക് എങ്ങനെ പറയണം? Consider a particle is moving along a straight line with uniform acceleration. At t is equal to 0 its position is x0 and velocity is equal to u0, v0. After a time t seconds its position is equal to xt and velocity is vt. During this time the distance traveled is s. ഒന്നുമില്ല. ഇപ്പം ഞാനിത് മാറ്റുന്നു, നമ്മുടെ സാധാരണ എഴുതുന്നതിലേക്ക് വരുന്നു. ഇത് യു ആൻഡ് വി. ഒന്നുകൂടെ ഞാൻ പറയുന്നു. കൺസിഡർ എ പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. ഇനിഷ്യലി ഇറ്റ്സ് വെലോസിറ്റി ഈസ് യു ആൻഡ് ആഫ്റ്റർ എ ടൈം t seconds ഇറ്റ്സ് വെലോസിറ്റി ഈസ് ചേഞ്ച്ഡ് ടു v. ഡ്യൂറിംഗ് ദിസ് ടൈം ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് എസ്. നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇക്വേഷൻ v is equal to u plus at. ഇത് ഡിറൈവ് ചെയ്യണം. അപ്പൊ ഇത് ഏത് ഇക്വേഷൻ ഡിറൈവ് ചെയ്താലും ഇത് എഴുതിക്കോണം. എന്നിട്ട് നമ്മൾ പറയുന്നു we know that, അറിഞ്ഞുകൂടാങ്കിലും പറയണം, we know that acceleration a is equal to change in velocity divided by time, final velocity minus initial velocity by time. That is at is equal to v minus u, or v is equal to u plus at. First equation ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ഇക്വേഷൻ കഴിഞ്ഞു. ഇത്രയോ സിമ്പിൾ. ഇനി സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഇതൊന്നും കൂടുതൽ പ്രാവശ്യം പറയില്ല. എസ് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ. എസ് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. എന്താണ്? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നു displacement is equal to total displacement is equal to average velocity into time. Average velocity into time. യൂണിഫോം ആയിട്ട് ഒരു ബോഡി ആക്സലറേറ്റ് ചെയ്യുമ്പോൾ മാത്രം ഓർക്കുകയാണെ, യൂണിഫോം ആയിട്ട് ആക്സലറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി അത് എസ് ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ 2 ആവറേജ് വെലോസിറ്റി ആയിട്ട് എടുക്കാം. എല്ലായിടത്തും എടുക്കരുത്. ഒരു ബോഡി യൂണിഫോം ആയിട്ട് ആക്സലറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ u പ്ലസ് v ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു t. ഓക്കെ, ഇവിടെ നിന്ന് കിട്ടിയ വിയുടെ വാല്യൂ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു u പ്ലസ് v ഈസ് ഈക്വൽ ടു u പ്ലസ് at ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു t. That is equal to u plus u 2u, 2u plus at divided by 2 into t. That is equal to 2ut divided by 2 plus at square divided by 2. 2 cancel ആയിപ്പോയി. Therefore s is equal to ut plus half at square. This is the equation. ഒന്നുകൂടെ പറയാം. ഇതെപ്പോഴും ഓർത്തോണേ, ഇത് മറന്നു പോകരുത്. ഡിസ്പ്ലേസ്മെന്റ് എസ് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at. സെക്കൻഡ് ഇക്വേഷൻ ഇതാണ്. ഇക്വേഷൻസ് ഓഫ് മോഷൻ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻടു ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻടു ടൈം. Here average velocity is equal to u plus v divided by 2 into t. Substitute the value of v from here to here. That is u plus at divided by 2 into t. ഇതൊന്നും വിട്ടുപോകരുത്. u plus u is equal to 2u plus at by 2. t അകത്തേക്ക് എടുക്കുമ്പോൾ 2ut by 2 plus at square by 2. 2 cancel ആയി കഴിഞ്ഞാൽ ut plus half at square. This is the equation for total displacement. t സമയം കൊടുത്ത് total displacement is equal to ut plus half at square. ഇനി തേർഡ് ഇക്വേഷൻ നമ്മൾ പറയുന്നത്, തേർഡ് ഇക്വേഷൻ v square is equal to u square plus 2as.
V square is equal to U square plus 2as. This is the third equation. ഈ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യും? അതിന് പ്രത്യേകിച്ച് ഒന്നും നോക്കരുത്. ഇവിടെ നിന്ന് v minus u, from the first part, v minus u is equal to at. v minus u is equal to at. From the second part, ഇവിടെ നിന്ന് u plus v എന്ത് കിട്ടുമെന്ന് നോക്കൂ. u plus v is equal to 2s divided by t. v plus u is equal to 2s divided by t. Here, u plus v is equal to 2s divided by t. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? when multiplying these two, v plus u into v minus u is equal to at into 2s divided by t. t cancel ആയി പോയി. a plus b into a minus b is equal to v square minus u square is equal to 2as, or v square is equal to u square plus 2as. This is the third equation. ഇതാണ് third equation. മൂന്ന് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് റീവൈൻഡ് ചെയ്തൊന്നും പറയേണ്ട കാര്യമില്ല. ഇനി ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതെല്ലാം എഴുതി പഠിക്കണം. നിങ്ങൾ എപ്പോഴും ഫിസിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഡെറിവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതി പഠിക്കുക. ഡെറിവേഷൻസ്, പ്രോബ്ലംസ് എല്ലാം എഴുതി പഠിക്കണം. നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതുക എന്ന് പറയുന്നത് 5 times വായിക്കുന്നതിന് ഇക്വലന്റ് ആണ്. ഒരു പ്രാവശ്യം നിങ്ങൾ വായിച്ചു പഠിക്കുന്നതിന് പകരം ഒരു പ്രാവശ്യം എഴുതി പഠിക്കുക, ഭയങ്കര എഫക്റ്റാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ നോട്ട്സുകൾ എഴുതി പഠിക്കണം. നമ്മൾ ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഭയങ്കര എഫക്റ്റാണ്. വീഡിയോ നമ്മൾ കേൾക്കുക, ഇടയ്ക്കിടയ്ക്ക് റീവൈൻഡ് ചെയ്ത് കേട്ട് ഇങ്ങനെ പോകുക. നിങ്ങൾ കംപ്ലീറ്റ് നോട്ട്സ് എടുക്കുക. നോട്ട്സിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് പറയുന്നത്, പറയുന്ന പോയിന്റുകളെല്ലാം നിങ്ങൾ എഴുതിയെടുക്കുക. അടിപൊളി മാർക്ക് കിട്ടും എക്സാമിനേഷൻ. അപ്പോൾ 3 കാര്യങ്ങൾ കഴിഞ്ഞു. v is equal to u plus at, s is equal to ut plus. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? Final velocity is equal to initial velocity plus acceleration into time. Total distance traveled is equal to initial velocity into time plus half into a into t square. And final velocity square is equal to initial velocity square plus 2as. This is the relation between u, v and s. A എല്ലാത്തിനകത്തും വേണം. A ഇല്ലാത്ത ഒരു ഇക്വേഷനും ഇല്ല. ഫൈനൽ വെലോസിറ്റിയും ഇനിഷ്യൽ വെലോസിറ്റിയും എസുമായിട്ടുള്ള റിലേഷനാണിത്. ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ടൈമുമായിട്ടുള്ള റിലേഷനാണിത്. ഇത് വിയും യുവും എസുമായിട്ടുള്ള റിലേഷൻ. ഇതാണെങ്കിൽ എസും യുവും ടിയുമായിട്ടുള്ള റിലേഷൻ. ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ ടൈം. ഓക്കെ, ടി സമയം കൊണ്ട് സഞ്ചരിച്ച ഡിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 ഇക്വേഷൻസ്. അപ്പൊ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ 3 നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പഠിച്ചിട്ട് ഗ്രാഫുകളും ഗ്രാഫിക്കൽ മെത്തേഡിലുള്ള ഇതെല്ലാം കൂടെ നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിനകത്ത് 3 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് ഞാൻ ഇവിടെ എഴുതിയിടുന്നു. ഫൈനൽ വെലോസിറ്റി v is equal to u plus at. ഫൈനൽ വെലോസിറ്റി v is equal to u plus at. s is equal to ut plus half at square. And v square is equal to u square plus 2as. ഇത് v0 vt എന്ന് എഴുതുന്നവരാണെങ്കിൽ ഇങ്ങനെ എഴുതണം. എങ്ങനെ? vt is equal to v0 plus at എന്ന് കിട്ടും. s is equal to s, അതിന് വേറെ ഇക്വേഷൻ കൂടിയുണ്ട്, v0t plus half at square. And final velocity square is equal to initial velocity square plus 2as. ചിലപ്പോൾ ഇവിടെ s എന്ന് എഴുതത്തില്ല, പകരം xt minus x0 എന്ന് കണ്ടാൽ ഞെട്ടരുത്, s ആണത്. ഈ ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ഓക്കെ, ഓർക്കേണ്ടത് ഓർത്തോളൂ. അങ്ങനെ പഠിക്കാൻ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരത് ഓർക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്സ്. എന്നാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്ര? അപ്പൊ നമ്മൾ ആദ്യമേ അറിയേണ്ട ഒരു കാര്യം, ഒരു ബോഡി ടോട്ടൽ 5 സെക്കൻഡ്സ് സഞ്ചരിക്കുകയാണെങ്കിൽ, എ ബോഡി ട്രാവൽ എ ടോട്ടൽ ടൈം ഓഫ് 5 സെക്കൻഡ്സ്. ലാസ്റ്റ് സെക്കൻഡ് ഏതാണ്? 4th സെക്കൻഡ് ആണോ 5th സെക്കൻഡ് ആണോ? ഓർക്കുക, ഒരു ബോഡി ടോട്ടൽ 5 സെക്കൻഡ് സഞ്ചരിച്ചാൽ 1 2 3 4 5 സെക്കൻഡ് സഞ്ചരിച്ചാൽ ലാസ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് ഇതാണ്, 5th സെക്കൻഡ് ആണ്. ഓർക്കണം, ഇതാണ് ഫസ്റ്റ് സെക്കൻഡ്. 0th സെക്കൻഡ് എന്ന് പറഞ്ഞൊരു സെക്കൻഡ് ഇല്ല. 0 മുതൽ 1 വരെ ഫസ്റ്റ് സെക്കൻഡ്, 1 മുതൽ 2 വരെ സെക്കൻഡ്.
2 മുതൽ 3 വരെ തേർഡ് സെക്കൻഡ്, 3 മുതൽ 4 വരെ ഫോർത്ത് സെക്കൻഡ്, therefore 4 മുതൽ 5 വരെ ഉള്ളതാണ് ഫിഫ്ത്ത് സെക്കൻഡ്. അപ്പോൾ ഒരു ബോഡി ട്രാവൽ ടോട്ടൽ ടൈം ഓഫ് 5 seconds, the last second is fifth second. A body travel a total time of 10 seconds, that the last second is 10th second. A body travel a total time of 22 seconds, then the last second is 22nd second. A body travel a total time of n second, then the last second is nth second. ഒരു ബോഡി ടോട്ടൽ n സെക്കൻഡ് സഞ്ചരിക്കുകയാണെങ്കിൽ ലാസ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് nth സെക്കൻഡ് ആണ്. ഇതിൽ തൊട്ടു മുമ്പുള്ളത് n-1 സെക്കൻഡ്, ഇത് n-2, n-3 അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ എന്നാമത്തെ സെക്കൻഡിൽ nth സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസിൽ നമ്മൾ പറയുന്ന പേരാണ് SN. അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്? 10th സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്ര? 20 സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്ര? 40th സെക്കൻഡിൽ ഒരു പർട്ടിക്കുലർ 1 സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്ര? അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന ജനറലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? nth സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്ര. അപ്പൊ ഞാൻ അതിന്റെ ഡെറിവേഷൻ ഞാൻ പറയുകയാണ്, ശ്രദ്ധിച്ചോണം, നന്നായിട്ട് മനസ്സിലായിക്കോണം. Consider a particle is moving along a straight line with uniform acceleration. Uniform acceleration അവിടെയും നിർബന്ധമാണ്. At t is equal to 0, its velocity is u. After a time n seconds, particle reaches here. Body travel a total time of n seconds. ഇനി നമ്മൾ ഫിഗർ വരയ്ക്കണം. n-ന് തൊട്ട് മുമ്പുള്ള ടൈം ആരാണ്? n-1 സെക്കൻഡ് ആണ്. നമുക്ക് ഇത്രയും ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്. ശരിക്കും അതെന്താ? n സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ഡിസ്റ്റൻസിൽ നിന്നും മനസ്സിലായിക്കോണേ, n സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ഡിസ്റ്റൻസിൽ നിന്നും n-1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ SN കിട്ടും. ദാറ്റ് ഈസ് ഇവിടെ SN ഈസ് ഈക്വൽ ടു S1 മൈനസ് S2. സംശയം ഉണ്ടെ പറയണം. അതായത് എ ബോഡി ട്രാവൽ എ ടോട്ടൽ ടൈം ഓഫ് 5 seconds, ഫോർത്ത് സെക്കൻഡിൽ ഇവിടെയാണ്, ഇതാണ് 0 സെക്കൻഡ്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ ഫിഫ്ത്ത് സെക്കൻഡ്? ഫിഫ്ത്ത് സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്രയെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 5 seconds മൈനസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4 seconds. 5 seconds കൊണ്ട് സഞ്ചരിച്ച ഡിസ്റ്റൻസിൽ നിന്നും 4 seconds കൊണ്ട് സഞ്ചരിച്ച ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ ഫിഫ്ത്ത് സെക്കൻഡ് സഞ്ചരിച്ച ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ 20th സെക്കൻഡ് സഞ്ചരിച്ച ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 20th സെക്കൻഡ് ഇതാണെങ്കിൽ ഇത് 19th ആണ്. Therefore, distance traveled in 20th second is equal to distance traveled in 20 seconds minus distance traveled in 19 seconds. 20 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ഡിസ്റ്റൻസിൽ നിന്നും 19 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചു. അപ്പോൾ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്? മനസ്സിലാവുന്നുണ്ടേ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 10th സെക്കൻഡ്, 10th സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 10 seconds മൈനസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 9 seconds. 10 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ഡിസ്റ്റൻസിൽ നിന്നും 9 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ ബാക്കി കിട്ടും. അപ്പോൾ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്? n സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ഡിസ്റ്റൻസിൽ നിന്നും n-1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ഡിസ്റ്റൻസ് മൈനസ് ചെയ്യണം. അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അതുകൊണ്ട് ഇത് എഴുതുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു. നമുക്ക് സ്ഥലം വേണം എഴുതാൻ, അതുകൊണ്ട് ഞാൻ എല്ലാം കളഞ്ഞു. കൺസിഡർ, നമുക്ക് SN ആണ് കണ്ടുപിടിക്കേണ്ടുന്നത് SN ആണ്. What is the distance traveled in nth second? Consider a particle is moving along a straight line with a uniform acceleration for a time of n seconds. Its initial velocity is equal to u. ഇനി നമ്മൾ ആ പടം വരയ്ക്കുക. This is n-1. S1 is the distance traveled in n seconds. S2 is the distance traveled in n-1 second. Therefore, this is the distance traveled in nth second. മനസ്സിലായല്ലോ? വരച്ചത് മനസ്സിലായല്ലോ? ഇനി ഞാൻ എഴുതുന്നു. ഇവിടെ എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതണം. ഡിസ്റ്റൻസ് ട്രാവൽഡ് in nth second is equal to
distance traveled in n seconds എന്തല്ല n seconds minus distance traveled in n minus 1 seconds. വേറൊന്നും എഴുതണ്ട. Sn is equal to S1 minus S2 from the figure. ഫിഗറിനകത്ത് കൊടുത്തിട്ടുണ്ട്. S1ൽ നിന്നും S2 മൈനസ് ചെയ്താൽ Sn കിട്ടും. അപ്പോഴത്തേക്ക് വാട്ട് ഈസ് S1? S1 ഈസ് ഈക്വൽ ടു UN പ്ലസ് ഹാഫ് AN സ്ക്വയർ. അവിടെ ടൈം n ആണ്. ടോട്ടൽ ടൈം ഈസ് n. അപ്പൊ ടിയുടെ സ്ഥാനത്ത് n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടണേ, ഇല്ലെങ്കിൽ പണി പാടും. ബ്രാക്കറ്റ് ഇടണം. S2 എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n minus 1 second. That is equal to U into n minus 1 plus half into A into n minus 1 the whole square. S is നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ S is equal to UT plus half AT square ആണ് ഞാൻ ഉപയോഗിച്ചത്. ആദ്യത്തെ കേസിൽ ടിയുടെ സ്ഥാനത്ത് n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. രണ്ടാമത്തെ കേസിൽ ടിയുടെ സ്ഥാനത്ത് n minus 1. ഇനി എക്സ്പാൻഡ് ചെയ്യുക. ഇനി വെറും മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ. That is it is equal to UN plus half a n square minus un minus u plus half into a into ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ n square minus 2n plus 1 ബ്രാക്കറ്റ് ഇടണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു un plus half a n square minus un minus u plus half a n square minus ഇതേ ഇൻറ്റു ഇതേ, ദാറ്റ് ഈസ് ഈക്വൽ ടു an. ഇതേ ഇൻറ്റു ഇതേ, ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് a/2. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ un പ്ലസ് ഹാഫ് a n സ്ക്വയർ മൈനസ് un പ്ലസ് u മൈനസ് ഹാഫ് a n സ്ക്വയർ പ്ലസ് an മൈനസ് a/2. ക്യാൻസൽ ചെയ്ത് കളയാവുന്ന എല്ലാം ക്യാൻസൽ ചെയ്ത് കളയുക. un minus un half a n square minus half a n square. ബാലൻസ് വരുന്നത് എടുത്ത് എഴുതുക. ദാറ്റ് ഈസ് Sn ഈസ് ഈക്വൽ ടു u പ്ലസ് an മൈനസ് a/2. ഇത് 3. ദാറ്റ് ഈസ് ഇതിനകത്ത് കോമൺ ആയിട്ട് എ വരുന്നുണ്ടല്ലോ. ദാറ്റ് ഈസ് യു പ്ലസ് എ ഇൻറ്റു n മൈനസ് ഹാഫ്. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ പർട്ടിക്കുലർ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഇത് ടോട്ടൽ ടി സമയത്ത് സഞ്ചരിച്ച ഡിസ്റ്റൻസ് ആണ്. 10 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. പക്ഷെ ഇത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ പർട്ടിക്കുലർ 1 സെക്കൻഡ്. 8th സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് ചോദിച്ചാൽ എന്നിന്റെ സ്ഥാനത്ത് 8 ഇട്ട് കൊടുക്കുക. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 3rd സെക്കൻഡ് എന്ന് ചോദിച്ചാൽ എന്നിന്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുക. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 20th സെക്കൻഡ് എന്ന് ചോദിച്ചാൽ എന്നിന്റെ സ്ഥാനത്ത് 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വേറെ അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് ഈസ് ഈക്വൽ ടു u പ്ലസ് a ഇൻറ്റു n മൈനസ് ഹാഫ്. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും റീവൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങളിത് വീണ്ടും കാണുക. മനസ്സിലായില്ല എങ്കിൽ ഒന്നുകൂടെ ആദ്യമേ തൊട്ട് വീണ്ടും ഒന്നുകൂടെ കാണുക. ഇവിടെ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഞാൻ എല്ലാം എഴുതുന്നു. ഇവിടെ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഏതൊക്കെയാണ് പഠിച്ചത്? ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഏത് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണമെങ്കിലും കണ്ടീഷൻ ആക്സലറേഷൻ യൂണിഫോം ആയിരിക്കണം, നിർബന്ധം. ഫസ്റ്റ് ഇക്വേഷൻ v is equal to u plus at. സെക്കൻഡ് ഇക്വേഷൻ s is equal to ut plus half at square. Third equation v square is equal to u square plus 2as. And fourth equation distance traveled in nth second is equal to u plus a into n minus half. ഇത് രണ്ടും കൂടി തെറ്റിപ്പോകരുത്. ഇപ്പോൾ ഒരു ബോഡി ടോട്ടൽ 5 സെക്കൻഡ്സ് സഞ്ചരിച്ചു. 0 1 2 3 4 5. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എസ്. ഇതിന് പറയുന്ന പേരാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4th സെക്കൻഡ്. ഇതിന് 4th സെക്കൻഡ്. ഇതിന് പറയുന്ന പേരാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2nd സെക്കൻഡ്. ഉണ്ടോ? അതാണ് ഇതുമായിട്ട്. ഇതാണ് ഇത്, ഇതാണ് ഇത്. അത് മാറിപ്പോകരുത്. മാറിയാ പോയി. അപ്പോൾ ഇത്രയും ആയപ്പോൾ നമ്മുടെ 1 ഡയമെൻഷൻ്റെ ഏകദേശം തീർന്നു. ഇനി നമുക്ക് ഗ്രാഫ് വരച്ച് പഠിക്കും. ഗ്രാഫ് നന്നായിട്ട് മനസ്സിലാക്കണം.
ഗ്രാഫ് നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോകളുണ്ട്. ഗ്രാഫ് ബേസിക്സ് ഇൻ ഫിസിക്സിനകത്ത് ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്ന ഗ്രാഫ്സ് ആണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം ഗ്രാഫ്സ്. ആ ഗ്രാഫ് ആദ്യമേ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചതിന് ശേഷം വേണം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഗ്രാഫ് പഠിക്കാനിരിക്കാൻ. നമ്മൾ അടുത്ത വീഡിയോ ഗ്രാഫ്സ് ആണ് എടുക്കുക. ഗ്രാഫ് എടുത്തതിന് ശേഷം ആ ഗ്രാഫുകളെല്ലാം വരച്ചു തീർന്നതിന് ശേഷം നമ്മൾ അതിനകത്തുനിന്ന് ദീസ് ഇക്വേഷൻസ് ആർ ഗ്രാഫിക്കലി നമുക്ക് ഡിറൈവ് ചെയ്യണം. ഡിറൈവ് ദീസ് ഇക്വേഷൻസ് ഗ്രാഫിക്കലി. ഈ 3 ഇക്വേഷനും ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്യാൻ പറയും. കൂടാതെ അതിനകത്ത് കുറേ കാര്യങ്ങൾ അല്ലാതെയും പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഗ്രാഫ് കണ്ടിട്ടില്ലാത്ത ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ബേസിക്സ് ഗ്രാഫ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം വരാൻ. ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന കുറേ കാര്യങ്ങൾ പിടികിട്ടില്ല, അത് കാണണം. അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പിടികിട്ടും. ഇല്ലെങ്കിൽ പിടികിട്ടില്ല, ഞാൻ വീണ്ടും പറയുന്നു പിടികിട്ടില്ല. പിന്നെ നിങ്ങൾ പിടികിട്ടാതെ വരുമ്പോഴത്തേക്ക് ഇരുന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. പിന്നെ അത് പോയി കണ്ടിട്ട് വീണ്ടും വന്ന് ഇത് കാണുന്നത് സമയം ചുമ്മാതെ പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. എന്തായാലും അത് നോക്കിയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, ബൈ. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഞാൻ വീണ്ടും ഒരു കാര്യം കൂടെ പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടോ എങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. കാരണം അവർക്കും കൂടെ പ്രയോജനം ചെയ്യട്ടെ. ഓക്കെ, ബൈ.